അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോയിൽ ഓരോ പ്ലാൻസിനും വെറും 20 രൂപ മാത്രമാണ് കേട്ടോ ആവുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. നമ്മൾ മെയിനായിട്ടും DTDC വഴിയാണ് പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അക്കൗണ്ട് ട്രാൻസ്ഫറും ഫോൺ പേ സൗകര്യവും ഗൂഗിൾ പേ സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതൊരു ബിഗോണിയ വെറൈറ്റിയാണ്, കെയിൻ ബിഗോണിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ്. എല്ലാത്തിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല, എല്ലാത്തിനും 20 രൂപ തന്നെയാണ് കേട്ടോ. ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഇന്നത്തെ ഓഫർ പ്രൈസാണ്. എല്ലാത്തിനും 20 രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് റോയോ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ കളറാണുള്ളത്, യെല്ലോ കളറാണ് കേട്ടോ. അടുത്തത് റോയോ പ്ലാന്റിൻ്റെ ഈ ഒരു നോർമൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് പെഡിലാന്തസിൻ്റെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതും പെഡിലാന്തസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അടുത്തത് പീലിയ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വാട്ടർമെലൺ പീലിയ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അടുത്തത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ടൈഗർ സ്ട്രിപ്പ് മണി പ്ലാന്റ് ആണ്. ഇത് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ. അടുത്തത് പെപ്പറോമയുടെ ഒരു വെറൈറ്റിയാണ്, ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിന്ന് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സുകളെ സ്നേഹിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പെപ്പറോമയുടെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് സാൻസവേരിയയുടെ ഒരു ഡോർഫ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ഷൂട്ടിനാണ് കേട്ടോ 20 രൂപ വരുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ചെയ്യാനും വെർട്ടിക്കൽ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിന് കുറച്ച് ഗ്രീൻ കളറൊക്കെ കയറി വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഗ്രീനിൻ്റെ സെൻറ്ററിൽ കൂടി സിൽവർ കളറ് കയറിപ്പോയിട്ടുള്ളൊരു സിങ്കോണിയാണ് കേട്ടോ. ഇത് നാരോ ലീഫാണ്. അതുപോലെ തന്നെ നാരോ ലീഫിൽ വന്നിട്ടുള്ളൊരു വേറൊരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതും സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. നല്ല പിങ്ക് കളറ് കയറി വരുന്നൊരു സിങ്കോണിയാണ് കേട്ടോ. എപ്പോഴും മൂവിങ് ഉള്ളൊരു പ്ലാന്റാണിത്. ഇതും സിങ്കോണിയത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് ഇതിലൊരു വയലറ്റ് കളർ പൂവാണ് കേട്ടോ ഉണ്ടാവുക. ബോർഡറൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്.
ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ഡിസ്റ്റീഡിയ വെറൈറ്റി ആണ് കേട്ടോ. അടുത്തത് ബട്ടൺ ഫേൺ ആണ്. അടുത്തത് ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ. ഇതിന്റെ സൈഡിൽ കൂടി വൈറ്റ് കളറ് കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഇതാണ്. കാലേഡിയത്തിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. അടുത്തത് പുമേലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ഗ്രീൻ ആൻഡ് വൈറ്റ് വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അടുത്തത് എപ്പീഷ്യയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. പിങ്ക് ഫ്ലവർ ആയിട്ടുള്ളൊരു എപ്പീഷ്യയാണ്. എപ്പീഷ്യയുടെ ഗ്രീൻ വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിലും പിങ്ക് ഇതുപോലത്തെ തന്നെ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുക. അടുത്തത് അരേലിയയുടെ ഒരു പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു അരേലിയാണ് കേട്ടോ ഇത്. അടുത്തത് അരേലിയയുടെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ്, നാടൻ വെറൈറ്റി ആണ് കേട്ടോ ഇത്. ഇതും അരേലിയയുടെ തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ, ഗ്രീൻ വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കണ കാണാൻ കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്, ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അറിയുന്നവർ കമന്റ് ചെയ്യും കേട്ടോ. ഇത് റെയിൻ ലില്ലിയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുക. ഇത് പെൻഡാസിന്റെ ഒരു വെറൈറ്റി ആണ്, വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതില്. ഇത് ഫിലോഡെൻഡ്രോന്റെ ഒരു വെറൈറ്റി ആണ്, യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പുമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്തത് ഫിലോഡെൻഡ്രോന്റെ അത്യാവശ്യം മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിനും നമ്മൾ വളരെ റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇത്. ഈ ഓഫർ ആരും മിസ്സാക്കണ്ട. ഈ ഒരു പ്ലാന്റ് വാട്ടർമെലൺ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ ലീഫിന്റെ കളറൊക്കെ വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണിത്. വെയിൽ കൂടി വരുമ്പോൾ ഇതിന് പിങ്ക് കളർ കൂടി വരും കേട്ടോ. അടുത്ത നമ്മുടെ സിൽവർ മണി പ്ലാന്റ് ആണ്. സിൽവർ പോത്തോസ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഏകദേശം 2-3 ലീഫൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത്. അടുത്തത് ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് ഫിലോഡെൻഡ്രോന്റെ ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫ് മണ്ണിലൊക്കെ നടുന്നെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം വെച്ചിട്ട് വരും കേട്ടോ. നമ്മൾ ചെറിയ പോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലീഫോട് കൂടിയിട്ടായിരിക്കും ഇതിന്റെ ഉണ്ടാവുക. ഇത് സ്റ്റിക്കിൽ കയറ്റി വിടാനും ഹാങ്ങിങ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെൽവെറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്തത് ഗോൾഡൻ പോത്തോസിന്റെ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ തരുന്നത്. അടുത്തത് എപ്പീഷ്യയുടെ റെഡ് കളർ ഫ്ലവർ വരുന്ന വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് എപ്പീഷ്യയുടെ ബ്രൗൺ ലീഫുമ്മല് റെഡ് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്തത് കലേഡിയത്തിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. ഗ്രീനില് വൈറ്റും പിങ്കും ഡോട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.